നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അയ്യോ, എന്താ ചേച്ചി കാണുന്നത്? ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന ബുക്ക് എനിക്ക് എന്തിനാ? എന്താ ഏട്ടാ ഇത്? നമ്മുടെ വീട്ടിൽ നമ്മൾ ഇതൊക്കെ ചെയ്യുവോ? ആരും മുട്ട ചേർത്ത കേക്ക് പോലും കൈകൊണ്ട് തൊടില്ല. പിന്നെ എന്തിനാ ഇപ്പൊ ഈ ബുക്ക് കൊണ്ടുവന്നത്? കൽപ്പന, പൊതുവെ ചെക്കന്റെ വീട്ടുകാര് പെണ്ണൊരു പെടക്കോഴിയെ പോലെ ആണെന്ന് പറയാറുണ്ടല്ലോ. പക്ഷെ ഇവരാണെങ്കിലോ പെണ്ണ് തന്നെ കോഴിക്കറി വെക്കണമെന്നാ പറയുന്നത്. മോളെ നിർമ്മലേ, പൊതുവെ ചെക്കന്റെ വീട്ടുകാർ പറയുന്നത് നമ്മുടെ വീട്ടിൽ വരുന്ന പെണ്ണ് അടങ്ങി ഒതുങ്ങിയിരിക്കണമെന്നാണ് പറയാറ്. പക്ഷെ ഇവരാണെങ്കിലോ പെണ്ണ് തന്നെ ആട്ടുകറി വെക്കണമെന്നാ പറയുന്നത്. കൽപ്പനെ, ചെക്കന്റെ വീട്ടിൽ വന്ന് കയറി പെണ്ണ് എപ്പോഴും ചിരിച്ചോണ്ടിരിക്കണമെന്നാണ് നമ്മളൊക്കെ പറയാറ്. എന്നാൽ ഇവരാണെങ്കിലോ പെണ്ണ് തന്നെ ബിരിയാണി വെക്കണമെന്നാ നിർബന്ധം. എന്ത് പറയാനാ നിർമ്മലേ? പൊതുവെ ചെക്കന്റെ വീട്ടുകാരൊക്കെ പെണ്ണ് സദ്യ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ ഇവരാണെങ്കിലോ പെണ്ണ് നോൺ വെജ് വെക്കുന്ന ആളായിരിക്കണമെന്നാ പറയുന്നത്. അച്ഛൻ മതി, ഒന്ന് നിർത്ത്. അച്ഛൻ പറയുന്ന കേൾക്കുമ്പോ തന്നെ എനിക്ക് ഛർദിക്കാൻ വരുവോ? നമുക്ക് ശീലമില്ലാത്ത കാര്യങ്ങൾ എങ്ങനെ ചെയ്യാൻ പറ്റുക? അല്ല, ഞാനെന്താ ജനിച്ചപ്പോ നിന്റെ അമ്മയുടെ ഈ കരിഞ്ഞ ഭക്ഷണം കഴിച്ചോണ്ടാണോ ജീവിച്ചത്? ഇപ്പൊ 3 നേരം മൂക്കുമുട്ട കഴിക്കുന്നില്ലേ? ഒന്ന് വെറുതെ ഇരിക്കേ. നമ്മളതൊന്നും കഴിക്കില്ലെന്ന് പറഞ്ഞുകൂടായിരുന്നോ? എനിക്കത് പറയാൻ അറിയാൻ മേലൊന്നുമല്ല. പറയാൻ വേണ്ടി വായങ്ങാൻ തുറന്ന വായിക്കാത്ത ജീവനുള്ള കോഴിയങ്ങാൻ കുത്തി കയറ്റുമെന്ന് പേടിച്ചിട്ട് എന്റെ ഉള്ള ജീവനും കൊണ്ട് ഞാൻ ഓടി രക്ഷപ്പെട്ടതാ. അച്ഛാ, ഇനിയിപ്പൊ എന്താ ചെയ്യാ? നീ എന്തിനാ അതിനെപ്പറ്റി ഇപ്പോഴാലോചിക്കുന്നേ? ആദ്യം കല്യാണം നടക്കട്ടെ. നീ ആദ്യം വീട്ടിൽ ചെന്ന് കേറ്. നിന്റെ പാചകത്തിന്റെ കൈപുണ്യത്തില് വെജുമല്ല നോൺ വെജുമല്ല ചോറ് കഴിക്കാനുള്ള ആഗ്രഹം തന്നെ അവരങ്ങ് മറന്നു പോവല്ലോ. ഇത് പിടി. തലയ്ക്കുമീതെ വെള്ളം വന്നാൽ പിന്നെന്ത് ചെയ്യാനാ? കുട്ടു വായിക്ക്. കൽപ്പു, ഇങ്ങ അടുത്ത് വാ. എന്താ? നീ എപ്പോഴും ഒരു അലന്ന സാമ്പാർ ഉണ്ടാക്കാറില്ലേ? അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നല്ല പോത്തിന്റെ എല്ലുകറി ഉണ്ടാക്കാൻ പഠിക്കും. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി, അമ്മായി ചുട്ടത് മരുമോളുക്കായി. എന്ത് പാവം ആ അനാമിക. അവൾ എത്രമാത്രമേ കഷ്ടപ്പെടുന്നേ. അതിൻ്റെ ഇടയിൽ ഞാനാണെങ്കിൽ അവളുടെ ചെയിൻ കൊണ്ടുപോയി പണയവും വെച്ചു. ഇപ്പൊ ആ ചെയിനും കൈവിട്ടുപോയി. എന്താ ചെയ്യാന്നൊരു പിടി കിട്ടുന്നില്ല. പക്ഷെ അവൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അവനോട് രണ്ടരയും പറഞ്ഞല്ലേ, എല്ലാം ഒന്ന് നോക്കിക്കോളൂ. ഹായ്. ഹായ്. എന്താ നന്ദ, വളരെ വിശാലമായിട്ട് ചിന്തിച്ചോണ്ടിരിക്കുകയാണല്ലോ. ട്രീറ്റ് അല്ലേ വേണ്ടേ? ഇവിടെ നിന്ന് എല്ലാവർക്കും ഓരോ കോഫിയും സമൂസയും ഞാൻ വാങ്ങിച്ചു തരാം. അത് കഴിച്ചിട്ട് വേഗം പോവാൻ നോക്കും. എന്ത് കോഫിയും സമൂസയോ? അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ട്രീറ്റ് ആയിരുന്നെങ്കിൽ സമ്മതിച്ചേനെ. അതേന്നേ, അനിമേഷൻ ടീമില് ഒരു മാസം 1 ലക്ഷം രൂപ ശമ്പളം. അതിന് വലിയ 5 സ്റ്റാർ ഹോട്ടലിൽ ട്രീറ്റ് വെക്കേണ്ടതാ. എന്താണ് സ്റ്റാർ ഹോട്ടലിലോ? അതെ ബ്രോ, സ്റ്റാർ ഹോട്ടലല്ല, 5 സ്റ്റാർ ഹോട്ടല്. വെറുതെ എന്നെ പ്രാന്ത് പിടിപ്പിക്കില്ലേ? അല്ലെങ്കിലേ 100 കണക്കിന് ടെൻഷൻ ഉണ്ട് എനിക്ക്. അപ്പൊ ട്രീറ്റ് തരില്ലെന്നാണോ പറഞ്ഞു വരുന്നേ? ട്രീറ്റിന്റെ കാര്യമൊക്കെ ശമ്പളം വന്നതിന് ശേഷം നോക്കാം. ആദ്യം പോയി നിങ്ങളുടെയൊക്കെ ജോലി നോക്ക്. ചെല്ല്. വാടി, ഇവ മഹാപിഷ്കന. എങ്കിൽ അവിടെ തന്നെ ഇരുന്നാ മതിയായിരുന്നു. എന്താ ബ്രോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഒരു ട്രീറ്റ് കൊടുക്കാൻ ഇത്രയും ബുദ്ധിമുട്ടുണ്ട്. നന്ദ, ഞാൻ എല്ലാം കേട്ടോണ്ട് നിൽക്കുമായിരുന്നു. നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? സ്റ്റാർ ഹോട്ടലിൽ ട്രീറ്റ് വെച്ചാ ഇതല്ലാതെ ഞാൻ വേറെ എന്ത് പറയും? നീ ഇപ്പൊ ഒരു ആനിമേറ്റർ അല്ലേ നന്ദ? അപ്പൊ നിന്റെ റേഞ്ചിനനുസരിച്ചിട്ടല്ലേ അവര് ചോദിക്കാ. എന്ന് കരുതി കാശില്ലാത്തപ്പോ കടം വാങ്ങിച്ച് ട്രീറ്റ് കൊടുക്കാൻ പറ്റുമോ? താൻ ചിലപ്പോ കടമൊക്കെ വാങ്ങിച്ച് ട്രീറ്റ് ചെയ്യായിരിക്കും. പക്ഷെ എന്നെ കൊണ്ട് അത് പറ്റില്ല. എന്താ? ഞാൻ കടം വാങ്ങി ചെലവ് നടത്തുന്നോ? എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. താൻ തന്റെ അനിയത്തിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് കടം വാങ്ങിച്ച് അവൾ ആഗ്രഹിക്കുന്നതൊക്കെ താൻ തന്നെ ചെയ്തു കൊടുക്കുന്നില്ലേ? അതൊക്കെ എനിക്ക് മനസ്സിലായി. ഇന്നലെ ആ ആശ്രമത്തിലേക്ക് ഞാനും വന്നിട്ടുണ്ടായിരുന്നു. താൻ അനാഥാശ്രമത്തിൽ വളർന്നത്, പിന്നെ അനിയത്തിക്ക് ഹാർട്ടിലൊരു പ്രോബ്ലം ഉള്ളത്, അതിന്റെ പേരിൽ പലരോടും കടം വാങ്ങിക്കുന്നത്, ഇതെല്ലാം ഞാൻ കുറച്ച് അകലെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അത് കേട്ടപ്പോ മുതൽ ഭയങ്കര വിഷമം എനിക്ക്.
തന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ എനിക്ക് തന്നെ സത്യം പറഞ്ഞ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ താനാണെങ്കിലോ അതൊന്നും കാണിക്കാതെ ഇങ്ങനെ ചിരിച്ചു നടക്കുന്നില്ലേ? എന്ത് ചെയ്യാനാ നന്ദ? എന്റെ വിഷമം എന്റെ ഉള്ളിൽ തന്നെ ഇരുന്നാ മതി. പക്ഷെ എന്റെ സന്തോഷം അതെല്ലാരുമായിട്ട് ഞാൻ ഷെയർ ചെയ്യും. അതാണ് എന്റെ പോളിസി. എന്ന് കരുതി മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ മറന്ന് ജീവിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ തന്നെയാ വേണ്ടത്. അപ്പോഴേ ഈ ലോകം നമ്മളെ ബഹുമാനിക്കും. ഇയാളിപ്പോ അവർക്ക് ട്രീറ്റ് കൊടുത്തില്ലെങ്കിലേ നമ്മുടെ ടീമിലുള്ള എല്ലാവരും വിചാരിക്കും താനൊരു പിശുക്കനാണെന്ന്. അപ്പൊ പിന്നെ എങ്ങനെ എല്ലാരും തമ്മിൽ ജെല്ലാവുന്നേ? ഒന്ന് പറഞ്ഞേ. അതെ, എന്റെ കയ്യിൽ അത്രയും കാശൊന്നും ഇല്ലെന്നേ. അത് ഞാൻ തരാം. വെറുതെ തമാശ പറയല്ലേ. താൻ തന്നെ ആശ്രമത്തിൽ നിന്ന് കിട്ടുന്ന ഡൊണേഷൻ ആശ്രയിച്ചാ ജീവിക്കുന്നത്. അത് വിട്, എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിന് ടെൻഷൻ അടിക്കുന്നത്? താൻ കാശൊന്നും തരാൻ നിൽക്കണ്ട. അല്ലെങ്കിൽ തന്നെ തന്നോട് എനിക്ക് കടം വീട്ടാൻ കിടക്കല്ലേ. എനിക്ക് മനസ്സിലായില്ല. ഒന്നുമില്ല. അത് പിന്നെ ബോസിന്റെ അടുത്ത് സംസാരിച്ച് എനിക്കൊരു ജോലി വരെ തന്നില്ലേ, ഞാൻ അതിനെ കുറിച്ചാ പറഞ്ഞു. അതിന്റെ റിട്ടേൺ ആയിട്ട് ഞാൻ തനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ. അതിന്റെ ഇടയിൽ ഈ കാശലവൊക്കെ. കുഴപ്പമില്ല. എന്റെ ടീമിലുള്ള ഒരാള് നാണം കേടുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതെല്ലാം ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കുക. ഇയാള് തൽക്കാലം ഒന്നും പറയണ്ട. എന്റെ സാലറിയിൽ നിന്ന് ഞാൻ അഡ്വാൻസ് വാങ്ങിയിട്ടേ തനിക്ക് തരാം. അത് വെച്ചിട്ട് തനിക്ക് ട്രീറ്റ് കൊടുക്കാലോ. അല്ല, കൊടുക്കണം. അത്ര തന്നെ. ഞാൻ ഇപ്പൊ തന്നെ അക്കൗണ്ടിന്റെ അടുത്ത് പോയി സംസാരിച്ചിട്ടേ അഡ്വാൻസ് വാങ്ങിയിട്ട് വരാം. ഇയാളുടെ ശമ്പളം കിട്ടിയാ പതുക്കെ എനിക്കത് തിരിച്ചു തന്നാ മതി. ഓക്കെ? ബോസ്, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയണം അശോക്. എന്താ കാര്യം? പറയൂ ബോസ്. വേറൊന്നുമല്ല, ആ അനാമിക സെറ്റാകാൻ വേണ്ടി 100 ദിവസത്തേക്ക് ബെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതെ. അത് മാക്സിമം ഒരാഴ്ചയിൽ സാധിക്കുന്ന തോന്നുന്നേ. അതെങ്ങനെ ബോസ്? അവള് പണത്തിന് കുറച്ച് അത്യാവശ്യമുള്ള പെണ്ണാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്ത്? അനാമിക പണത്തിന് അത്യാവശ്യമുള്ള പെണ്ണാണെന്നോ? അതെ അശോക്, എന്താ അത്യാവശ്യം എന്നറിയില്ല. സാലറിന്ന് 25,000 രൂപ അഡ്വാൻസ് വേണമെന്ന് പറഞ്ഞ് ഇപ്പോഴാണ് അക്കൗണ്ടിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത്. അവളുടെ കയ്യിലുണ്ടായിരുന്ന ഫോൺ ആൻഡ് ഇമ്പോർട്ടഡ് വാച്ച്, ഇതെല്ലാം കണ്ടിട്ട് അവളൊരു വലിയ പണക്കാരി പെണ്ണാണെന്ന് ഞാൻ വിചാരിച്ചേ. എന്നാ അവളിപ്പോ സാലറിന്ന് അഡ്വാൻസ് ചോദിച്ചില്ലേ, അപ്പൊ തന്നെ അവളൊരു സാധാരണ പെണ്ണാണെന്ന് പ്രൂവ് ആയി. ഇനി അവളെ എനിക്ക് സെറ്റാക്കാൻ വളരെ ഈസിയാ. പാമ്പിന് മകുടി പോലെയാ മനുഷ്യന് പണം. ആ പണം ഉപയോഗിച്ച് വിത്തിൻ 1 വീക്കില് അനാമികയെ കൊണ്ട് ഞാൻ സമ്മതം പറയിപ്പിക്കും. അതിനൊരു ചാൻസ് ഇല്ല ബോസ്. എന്താ? പണത്തിന് അത്ര അത്യാവശ്യ കാര്യമൊന്നുമല്ല അവള്. മനസ്സിലായില്ല ബോസേ, അവളുടെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോഴാണ് ഞാൻ കണ്ടുപിടിച്ചത്. കേരളത്തിലെ മികച്ച ബിസിനസ്സുകാരനായ ദേവരാജയുടെ ഒരേ ഒരു മകളാ. ഏത് ദേവരാജൻ? എ ടവേഴ്സ്, റിയൽ എസ്റ്റേറ്റ് ടൈക്കൂൺ ദേവരാജ്. എ എന്നത് അനാമിക. ഇത് പറയാനാണ് ഞാൻ വന്നത് ബോസ്. നമ്മുടെ കമ്പനിയേക്കാൾ 10 ഇരട്ടി വലുതാണ് ആ ദേവരാജന്റെ സാമ്രാജ്യം. അത് മാത്രമല്ല ബോസ്, ഈ സിറ്റിയിൽ എന്തിനേയും വിലയ്ക്ക് വാങ്ങാൻ കഴിവുള്ള അത്ര പണക്കാരിയാണ് അവൾ. അവളെയാണോ ബോസ് കാശ് കാണിച്ച് മയക്കാനൊക്കെ പോകുന്നത്? എന്താ നീ പറയുന്നത്? അത്രയും വലിയ ബിസിനസ്മാന്റെ മോള് നമ്മുടെ കമ്പനിയിൽ എന്തിനാ ജോലിക്ക് വന്നത്? അതിനെപ്പറ്റി ഞാനും ചിന്തിച്ചു. അവളുടെ ഡ്രീം സ്വന്തമായിട്ടൊരു അനിമേഷൻ കമ്പനി ആരംഭിക്കണമെന്നാ. അതിനുള്ള ട്രെയിനിങ്ങിന് വേണ്ടിയാ ഈ കമ്പനിയിലേക്ക് ജോലിക്ക് വന്നത്. നീ പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണോ? ബോസ്, പെണ്ണുങ്ങളെ പറ്റി ഇന്ന് വരെ ഞാനൊരു തെറ്റായ ഇൻഫർമേഷൻ തന്നിട്ടുണ്ടോ? പറയേ, ഞാൻ ആണേട്ടാ പറയുന്നത്. അനാമിക ഒരു വലിയ കോടീശ്വരിയാണ്. ബോസ് പണി അന്വേഷിച്ച് നോക്ക്. എനിക്ക് തോന്നുന്നത് ഇതോടെ അവളെ വീഴ്ത്താനുള്ള ഐഡിയ വിട്ടുകളയുന്നതായിരിക്കും നല്ലതെന്ന്. എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു അശോക്.